ഇത് ഇപ്പൊ ഒക്ടോബർ 23 ശേഷം 2021 ഒക്ടോബർ 7 ശേഷം 5 പ്രമേയങ്ങളാണ് ഈ ജനറൽ അസംബ്ലി പാസ്സാക്കിയത്. അതിൽ ഒരു പ്രമേയത്തിൽ പോലും ഹമാസിനെ ഡയറക്റ്റ് ആയിട്ടോ എക്സ്പ്ലിസിറ്റ് ആയിട്ടോ പേരെടുത്തോ വിമർശിക്കുന്നില്ല. നമ്മൾ പറയല്ലോ, ഇവിടെ ഒരു നേതാവ് ഹമാസ് ഒരു ഒരു ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞതിന് പുള്ളിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുണ്ട്. സമാനം പോലും അല്ല ഈ യുണൈറ്റഡ് നേഷൻസിലെ അവസ്ഥ. അവിടെ ഇപ്പം ജൂൺ 27, അതായത് ജൂൺ 7 ഈ ആക്രമണം ഉണ്ടായത്. ജൂൺ 27 ഒരു പ്രമേയം പാസ്സാക്കി. അതെന്ന് പറയുന്നത് AEZ 10/L21 ES 1020. ഇതാണ് ആ പ്രമേയത്തിന്റെ പേര്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റില്. അവിടെ അവർ പറഞ്ഞ എന്താണ്? ഇമ്മീഡിയറ്റ് സസ്റ്റൈൻഡ് ഹ്യൂമാനിറ്റേറിയൻ ട്രൂസ് ലീഡിങ് ടു സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റി. പെട്ടെന്ന് വെടിനിർത്തണം. അതായത് 20 ദിവസം കഴിഞ്ഞ് അവർ കൂടി പറയുകയാണ് പെട്ടെന്ന് വെടിനിർത്തണം. വെടിനിർത്തണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വെടിനിർത്തണം എന്നാണ്. സീസ്ഫയർ ഉണ്ടാവണം. എന്നിട്ട് ദേ കണ്ടംഡ് ഓൾ ആക്ട്സ് ഓഫ് വയലൻസ് എയിംഡ് അറ്റ് പാലസ്തീനിയൻ ആൻഡ് ഇസ്രായേലി സിവിലിയൻസ്. അവരുടെ വാചകം ഇതായിരുന്നു: ഇസ്രായേലി സിവിലിയൻസിനും പാലസ്തീനിയൻ സിവിലിയൻസിനും എതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും ഞങ്ങൾ അപലപിക്കുന്നു. ആൻഡ് ഡിമാൻഡഡ് സെസേഷൻ ഡിഡ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി നെയിം ഓർ കണ്ടം ഹമാസ്. ഒക്ടോബർ 7 കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഹമാസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സിവിലിയൻസിനെതിരെയുള്ള, അത് ഇസ്രായേലി ആയിക്കോട്ടെ പാലസ്തീൻ ആയിക്കോട്ടെ, അതിനെതിരെയുള്ള ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു, എല്ലാവരും വെടിനിർത്തണം. ഇതായിരുന്നു പ്രമേയം. പക്ഷെ നിങ്ങൾ കരുതരുത് ഹമാസിനെതിരെ ഈ ഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് യാതൊരു പരാമർശം ഉണ്ടായിരുന്നില്ല എന്ന് കരുതരുത്. ഉണ്ടായിരുന്നു. അമേരിക്ക നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. പക്ഷെ അത് ഫൈനലിൽ ഈ പ്രമേയങ്ങൾ ഒന്നും തന്നെ അതില്ല. എന്തിനാണ് ഹമാസിനെ പോട്ടെ, ഹിസ്ബുള്ളക്കെതിരെ ഒരു പ്രമേയം ഇല്ല. ഹിസ്ബുള്ള ഒക്ടോബർ 7 ശേഷം ഒരു കാരണവുമില്ലാതെ ഹമാസിനൊപ്പം കൂടി ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഹിസ്ബുള്ളക്കെതിരെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു വാചകം തന്നെ ഈ 2023 ഏപ്രിൽ 7 ശേഷം പാസ്സാക്കിയ ഒരു പ്രമേയത്തിലും ഇല്ല. അത് അപ്പം വളരെ സൗകര്യമല്ലേ. ഇസ്രായേലിനെതിരെ പറയുന്നുണ്ട്. ഇസ്രായേൽ എല്ലായിടത്തും ഇസ്രായേൽ ഉണ്ട്, ബട്ട് ദർ ഇസ് നോ ഹിസ്ബുള്ള, ദർ ഇസ് നോ ഹമാസ്. അവരുടെ പേര് പറയുന്നതിന് ഭയമാണെന്ന് ചോദിച്ചാൽ ഭയം തന്നെയാണ്. ഇതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് ശരിക്കും നമ്മൾ പറയേണ്ടത്. ഈ ഇസ്ലാമോഫോബിയെ കുറിച്ചൊരു പ്രമേയം UN പാസ്സാക്കിയത് ശരിക്കും UN ബോഡീസിനുള്ള ഇസ്ലാം ഫിയർ തന്നെയാണ്. അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെയല്ല, ടെക്നിക്കലി അല്ല എന്നൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെ തന്നെയാണ്. ഞാൻ വീണ്ടും പറയാം. സെക്യൂരിറ്റി കൗൺസിലിൽ ഹൂത്തികൾക്കെതിരെ പ്രമേയം വന്ന്, അതായത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ ചെങ്കടലിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഹൂത്തികൾ ഗതാഗതം മുടക്കാനും കൊള്ള നടത്താനും ഒരുങ്ങിയപ്പോൾ കുറെ ചറവറ പ്രമേയം ഹൂത്തികൾക്കെതിരെ വന്നു. മറിച്ച് അപ്പോഴും ഹിസ്ബുള്ളക്കെതിരെ വന്നിട്ടില്ല, ഹമാസിനെതിരെ നോ. അതുപോലെ തന്നെ ഹമാസ് ഇതിനെതിരെ നിങ്ങൾ ഈ പടത്തിൽ കാണുന്നത് ഹമാസിനെതിരെ പലസ്തീൻ അല്ലെങ്കിൽ ഗാസയിൽ നടന്ന 12ലധികം വൻ പ്രക്ഷോഭങ്ങളാണ്. ഇതിനെക്കുറിച്ചൊന്നും UN ഹമാസ് പുറത്തു പോകണം, ഹമാസ് ടെററിസ്റ്റുകളാണ്, ഹമാസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വലിയ പ്രകടനം നടത്തിയിട്ടും ലോക മാധ്യമങ്ങളോ UN ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനോ അവർ കെയർ ചെയ്യുന്നേ ഇല്ല, അവർ ശ്രദ്ധിക്കുന്നുമില്ല. അവരുടെ പ്രമേയങ്ങളിൽ പോലും ഹമാസിന്റെ പേരൊരിക്കലും വരാതിരിക്കണേ, അവർക്കൊന്നും പറ്റരുതേ, അമ്പോറ്റി എന്നുള്ള രീതിയിലാണ് ഈ പ്രമേയങ്ങളെല്ലാം വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ആണ്. 1969 ഈ ഇതുണ്ടായത്. 57 രാജ്യങ്ങളുണ്ട്. അതിൽ 51 മുസ്ലിം ആൻഡ് 6 നോൺ മുസ്ലിം ആണ്. 5 ഒബ്സർവർ സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ 3 നോൺ മുസ്ലിം ആണ്, 2 മുസ്ലിം സ്റ്റേറ്റ്സ് ആണ്. സെവറൽ നോൺ മുസ്ലിം മെമ്പേഴ്സ് ഒബ്സർവർ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഇനി ഇപ്പോഴും ഉണ്ട് ആസ് ഓഫ് 2025. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ 51 രാജ്യങ്ങൾ മുസ്ലിം മെജോറിറ്റി, 57 രാജ്യങ്ങൾ ടോട്ടൽ. ഇതാണ് ഇസ്ലാമിക്. പിന്നെ ഒബ്സർവർ ആയിട്ട് റഷ്യ ഉൾപ്പെടെ കുറെ രാജ്യങ്ങൾ. ഇവര് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ വേദികൾ, പ്രത്യേകിച്ച് UN ബോഡീസിൽ അവരൊരുമിച്ച് നിൽക്കുക. ഏത് കേസിലാണ്? അതെ, ഈ റിലീജിയസ് പാലസ്തീനാണ് പ്രധാന ഇഷ്യൂ. പിന്നെ ഇസ്ലാമോഫോബിയ, പിന്നെ കാർട്ടൂൺ, മുഹമ്മദിനെതിരെയുള്ള കാർട്ടൂൺ, ബ്ലാസ്ഫമി, ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പള്ളിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തനിക് ക്ലെൻസിങ് പല രാജ്യങ്ങളും നടത്തുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഏതെങ്കിലും
ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ പേരെടുത്ത് വെച്ച് വിമർശിക്കാനൊക്കെ ഒരുങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ വെസ്റ്റേൺ കൺട്രീസ് അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് വോട്ടിനിട്ടാൽ വിജയിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ബാക്കിയിരിക്കുന്നവർ പലതരത്തിൽ വോട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് അങ്ങനെ ഒരു ഐക്യരൂപമില്ല. അവിടെയാണ് ഒരു മൈനോറിറ്റി, ഓക്കെ നമ്പർ എടുക്കുമ്പോൾ മൈനോറിറ്റി ആണെങ്കിലും 50 എബോവ് ഇല്ലല്ലോ. പക്ഷെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ബ്ലോക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ പിന്നെ ആ ബ്ലോക്കിനനുസരിച്ചാണ് ഇപ്പൊ നാം പോലെയുള്ള നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പോലെയുള്ള ബ്ലോക്കുകൾ, ആഫ്രിക്കൻ കൺട്രീസ്, അവരെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസിന്റെ ഒരു അംബ്രലയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ കുറെ പേര് അങ്ങ് അബ്സ്റ്റെയിൻ ചെയ്യും, കുറെ പേര് ആബ്സെന്റ് ആവും. പിന്നെ ഇതിനെ പരാജയപ്പെടുത്താനായിട്ടുള്ള വോട്ട് ബാക്കി എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവില്ല. കാരണം അവർക്കൊരു ഒരു ഒരു ടാർഗറ്റ് ഇല്ല, അവർക്കൊരു അജണ്ട ഇല്ല. പക്ഷെ ഇവർക്ക് അജണ്ട ഉണ്ട്. ഇതാണ് ഇസ്രായേലിനെതിരെയുള്ള 285 പ്രമേയത്തിന്റെ അടിസ്ഥാനം. ഇതാണ്. ഇത് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്ന് നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.